ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക രാജയോഗത്തെ കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു രാജയോഗം അടുത്ത് വരാൻ പോവുകയാണ്. അതായത് ജൂണിൽ തന്നെ അത് അനുഭവത്തിൽ വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ദിവസം പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്ന് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വീഡിയോയിലേക്ക് പോകാം. മാസങ്ങൾക്കു ശേഷം മാളവ്യ ഭദ്ര മഹാപുരുഷ രാജയോഗം ഈ രാശിക്കാരുടെ കരിയറും ബിസിനസ്സും ഒപ്പം സമ്പത്തും തിളങ്ങും. 2025 ജ്യോതിഷ പ്രകാരം ഭദ്ര മാളവ്യ രാജയോഗം രൂപപ്പെടുന്നതിലൂടെ ചില രാശിക്കാരുടെ ദിനങ്ങൾക്ക് നല്ല തുടക്കമാകും. ജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ഇടവേളകളിൽ സംക്രമിക്കുകയും അതിലൂടെ ശുഭകരമായ യോഗവും രൂപപ്പെടുന്നു. ഇതിന്റെ സ്വാധീനം മനുഷ്യ ജീവിതത്തിലും രാജ്യത്തും ലോകത്തും ഒരേപോലെ അനുഭവപ്പെടാൻ തുടങ്ങും. ജൂണിൽ 2 കിടിലം രാജയോഗങ്ങൾ വരാൻ പോവുകയാണ്. അതിൽ ഒന്ന് ശുക്രൻ ഇടവൻ രാശിയിൽ സംക്രമിച്ച് മാളവ്യ രാജയോഗവും, രണ്ടാമത്തേത് ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിൽ സംക്രമിച്ചുകൊണ്ട് ഭദ്ര രാജയോഗവും സൃഷ്ടിക്കുകയാണ്. ഈ കാരണത്താൽ ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയും. കൂടാതെ അതിനുശേഷം ചില രാശിക്കാരുടെ വരുമാനത്തിൽ വർധനവും ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കും. അതിലൂടെ ഭാഗ്യം വർദ്ധിക്കാൻ പോവുകയാണ്. ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണ്, ഏത് രാശിക്കാരാണെന്ന് ഒക്കെ നമുക്ക് നോക്കാം. ഭദ്ര മാളവ്യ രാജയോഗത്തിന്റെ രൂപീകരണം ഇവർക്ക് അനുകൂലമായിരിക്കും. ഇടവൻ രാശിക്കാർക്ക്. കാരണം ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ ലഗ്നത്തിലും 12ാം സ്ഥാനത്തുമാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനവ്, വ്യക്തിത്വ മെച്ചപ്പെടും. ഈ സമയത്ത് പണം സമ്പാദിക്കുന്നതിനൊപ്പം നിങ്ങൾ വിജയത്തിന്റെ പാതയിൽ മുന്നേറും. കൂടാതെ കുടുംബത്തോടൊപ്പം വളരെ നല്ല സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. ബിസിനസ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് ഈ കാലയളവ് പുതിയ ബിസിനസ്സിനൊക്കെ നല്ല പറ്റിയ കാലയളവ് തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം ശുഭകരമായിരിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളതാണ്. യാത്രാവസരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ ഭദ്ര മാളവ്യ രാജയോഗം ഇവർക്ക് ഏറ്റവും അനുകൂലവും ശുഭകരവുമായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ്സിലും അതുപോലെ തന്നെ എല്ലാ തലത്തിലും ഇവർക്ക് ഈ രാജയോഗം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരും. അതുകൊണ്ട് തന്നെ പണം വരുന്ന വഴി ഇവർക്ക് പോലും അറിയാൻ കഴിയാതെ വരും എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പൊതുഫലമാണ്. അത് പ്രകാരം നിങ്ങൾ അതിനെ കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. ഭദ്ര മാളവ്യ രാജയോഗത്തിന്റെ രൂപീകരണം ഇവരെ സംബന്ധിച്ച് രൂപപ്പെടുന്നതിലൂടെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദമായിരിക്കും. വിജയത്തിന്റെ പാതയിൽ ഇവർ മുന്നേറും. ഇവർക്ക് സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആ ബിസിനസ് പുരോഗതിയും അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങളും ഈ ഭദ്ര മാളവ്യ രാജയോഗത്തിലൂടെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവർ ലഗ്നത്തിലും 12ാം ഭാവത്തിലുമാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത്. ഭദ്ര മാളവ്യ രാജയോഗം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. യാത്രകൾക്കൊക്കെ നല്ല അവസരങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇടവൻ രാശിക്കാരെ പറഞ്ഞ പോലെ തന്നെ ഈ മിഥുനം രാശിക്കാരിലും ഈ യാത്രകൾക്കൊക്കെ നല്ല അവസരങ്ങൾ ഉണ്ടാവും. യാത്ര മുഖാന്തരം ബിസിനസ്സിന്റെ പുരോഗതി ഉണ്ടാവും. അത് പ്രകാരം സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും ഇവരെ സംബന്ധിച്ച് സാധ്യത കൂടുതലാണ്. പഠനത്തിലൊക്കെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ അത് പഠിച്ച് മുന്നേറാനും ഉപരിപഠനത്തിനും ഉള്ള അവസരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിലാണ്. ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിൽ മാളവ്യ ഭദ്ര രാജയോഗം രൂപീകരണം ഇവർക്ക് ശുഭകരമായിരിക്കും. അത് ഏറ്റവും ഫലപ്രദമായിരിക്കും ഇവരെ സംബന്ധിച്ച് എന്നുള്ളതാണ്. കാരണം ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ 10ാമത്തെയും 11ാമത്തെയും ഭാവങ്ങളിൽ രൂപപ്പെടുന്നു. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ലഭിച്ചേക്കും. തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാനാ മേഖലകളിലും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ശാരീരിക
ആരോഗ്യവും നല്ല ഒരു രീതിയിലുള്ള ആരോഗ്യവും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഭദ്രമാളവ്യ രാജയോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുഭവപ്പെടാൻ പോകുന്നത്. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാവാം. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ഈ സമയം ബുധന്റെ അനുകൂലമായ അവസ്ഥ കൊണ്ട് ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ശുക്രന്റെ അവസ്ഥ കൊണ്ട് സാമ്പത്തിക മെച്ചമുണ്ടാവാം. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു സാമ്പത്തിക രീതി രൂപപ്പെടുന്നതാണ്. മാത്രമല്ല പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞു, പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൽ വരുമാന പുരോഗതി ഉണ്ടാവും. വീണ്ടും ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. പുതിയ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേറൊരു സ്ഥാപനം ഇടാനുള്ള ഒരു അവസരം കൂടി ഇവരെ സംബന്ധിച്ച് വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെയാണ് നല്ല മെച്ചമുണ്ടായത്. ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ഒരു സമയം തന്നെയാണ് ഇപ്പൊ അവർക്ക്. വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാനും പോലെ, അത് മാത്രമല്ല അവരവിടെ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല തരത്തിലോ നല്ല ജോലിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ അവസരം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വരുമാനം അത് അവിടുത്തെ ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയാൻ നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ നല്ല ദൃഢമായ ഒരു ബന്ധമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കുക. സ്നേഹിക്കുന്നവർക്കൊക്കെ ആ ബന്ധം, പ്രേമബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്താനും പറ്റിയ സമയം കൂടിയാണ് ഈ ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു പൊതുവായ ഫലമാണ്, പ്രത്യേകം ഓർക്കുക. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ പൊതുവായ ഫലമാണ്. ഇപ്പോ ഈ ഭദ്ര മാളവ്യ രാജയോഗം ശുക്രന്റെയും ബുധന്റെയും യോഗങ്ങളാണ്. ഈ രണ്ട് ഗ്രഹങ്ങളും പലതരത്തിൽ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 രാശിക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്ന് ഇടവൻ രാശിക്കാര്, രണ്ടാമത്തേത് മിഥുന രാശിക്കാര്, മൂന്നാമത്തേത് ചിങ്ങൻ രാശിക്കാരാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.